കളിക്കണ്ട. ഇത് ആരപ്പോ നീണ്ടിങ്ങണ്ടേ തീർന്നില്ല. കൈ നിർത്ത്. ഒന്ന് ഇത് വേണോ? ഒന്നര. അപ്പൊ എത്രയായി? 1.5 പവൻ. സി വിഷുവിന് ഞങ്ങൾ ഇത്തവണ 1.5 പവനാണ് കൊടുത്തത്. ഇതുള്ള രണ്ടാമത്തെ വിഷുവാണ്. കഴിഞ്ഞ വിഷുവിന് 1 പവനാണ് കൊടുത്തത്. ഇത് ശരിക്കും ശരിയാകാനും പറഞ്ഞു. ഇത് ശരിക്കും വൈഫിന്റെ ഒരു ഏർപ്പാടാണ്. നമ്മൾ കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയില്ലേ. സോ ഇതിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ പെൺകുട്ടിയാണ്, 20 വയസ്സ് കഴിയുമ്പോൾ കല്യാണം നടത്തണം, കുറേയും സ്വർണ്ണമൊക്കെ വേണം. മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീധനത്തിന്റെ ആവശ്യമില്ല. സ്റ്റിൽ കുറച്ച് സ്വർണം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ വില അനുസരിച്ച് ഇപ്പം 2050 ഇവളുടെ കല്യാണം നടക്കണമെങ്കിൽ എത്രയായിരിക്കും സ്വർണത്തിന്റെ വില? സോ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷു വരുമ്പോഴും ഓരോ 1/2 പവൻ വെച്ച് കൂട്ടിക്കൊണ്ടുവരാം. 1/2 പവൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇവൻ 1 ഗ്രാം വെച്ച് ആഡ് ചെയ്താലും മതി. ഇപ്പം 1 പവൻ മേടിക്കുന്നു. ഓരോ പുതിയ വിഷുവിനും 1 ഗ്രാം വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ 1 ഗ്രാം ആഡ് ചെയ്താൽ തന്നെയും നിങ്ങൾ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 40-45 പവൻ നമുക്ക് കൂട്ടി വയ്ക്കാൻ പറ്റും. സോ കുട്ടിയുള്ള എല്ലാവരും, കുട്ടി വേണമെന്നില്ല, എല്ലാവരും അടുത്ത വിഷു തൊട്ട് ഈ രീതി ഒന്ന് ചെയ്തു നോക്കുക. ആൻഡ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഗോൾഡിന്റെ വില കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.